കേട്ടാ നിങ്ങൾ നാടകക്കാരനാ? പിന്നെ എനിക്ക് പ്രാന്തണ്ട് കുപ്പായിട്ട് നിൽക്കാൻ. നിങ്ങൾക്ക് പ്രാന്തണ്ടെന്നില്ലെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. ദയ തോന്നാൻ കാരണം നമ്മുടെ ഭാഗ്യം തന്നെ. പ്രിയതമൻ വല്ലതും പറഞ്ഞു വിട്ടോ? ഈടെ ക്രിസ്മസ് എപ്പാന്ന്? ഈ നാട്ടിൽ ക്രിസ്മസ് അപ്പൂപ്പം വരുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അതെപ്പാന്ന് ചോദിച്ചു. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പന്റെ കുപ്പായ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ കിട്ടിയിട്ട. ഞാൻ വിളിച്ചു നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നു, അങ്ങനെ ചോദിച്ചു. ആർക്ക് വാടക കൊടുത്ത്? സുരേഷൻ കാവുണ്ടായ, സൺ ഓഫ് ലേറ്റ് ശ്രീ ശേഖരൻ കാവുണ്ടായ. തെളിവിനായി വല്ലതും കൊടുത്തയച്ചോ? തെളിവിനായി ഇതാ വിശേഷപ്പെട്ട കൈലേസ് കൊടുത്തു വിട്ടിട്ടുണ്ട്. കൊടുത്ത പിന്നെ അപ്പൂപ്പനുമില്ല, കുപ്പായുമില്ല, പൈസയുമില്ല. നാം തുന്നിയ തൂവാല തന്നെയാണല്ലോ. രാജാതിരാജൻ മായാപുരി ഭരിക്കും കാമപാല മഹാരാജാവ് എഴുന്നള്ളുന്നേ. மச்சான் டென்ஷனா இருக்கியா? எதுக்குடா இவ்வளோ டென்ஷனு? பாய்ஸ் கரெக்ட், லெஜெண்ட்ஸ் ஆக்ட். ഭദ്രേ സ്വാഗതം. മനോഹരമായി ഈ നവയൗവന കാലത്ത് ഭവതിക്ക് കാട്ടിൽ കറങ്ങേണ്ടി വന്നതിൽ എനിക്ക് അനുകമ്പയുണ്ട്. ഞാൻ വളരെയധികം സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, എന്നാൽ അയ്യോ മഹാരാജൻ, അവിടുത്തെ മുഖത്തിൽ നിന്നും പുറപ്പെടാൻ പോകുന്ന വാക്കുകളെ അവിടെ നിന്ന് ഉപസംഹരിക്കണം. എനിക്കവ കേൾക്കാൻ പാടില്ല. ഈ മായാപുരി രാജ്യത്തെ ചക്രവർത്തിയായ ഞാൻ എന്റെ രാജകീയമായ കിരീടം നിന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പണം ചെയ്യുന്നു. ഭവതി എന്റെ പട്ടമഹർഷിയാവുന്നു. അടിച്ചത് നീയാണ് സുരേഷ, അടിപ്പിച്ചതാരാണെന്ന് പറ. ആ സാധു പോയിക്കൊള്ളട്ടെ. ആ സാധുവിന്റെയും അവിടുത്തെയും വ്യത്യാസം അറിയാത്ത പക്ഷം ഞാൻ എന്ത് മൂഢയാണ്. ഒരിക്കലും ഞാൻ അവിടുത്തെ വെറുതെ ഉപേക്ഷിക്കുകയില്ല. ആരാടാ നിന്നെ പറഞ്ഞയച്ചത്? അവിടുത്തെ അനുരാഗ ശക്തിയിൽ എനിക്കിപ്പോഴും വിശ്വാസമായുള്ളൂ. നമ്മുടെ സമാഗമം എന്തിനാണ് സാധുവിന്റെ വധത്തോടു കൂടി സമാരംഭിക്കുന്നത്? നാടകം കഴിയുന്നോട് നിന്റെ കഥ ഞാൻ കഴിക്കും. നിന്നെ പറഞ്ഞ ചാനയും വണ്ടിത്തോട്ടത്തിലിട്ട് ചക്കൂഷിച്ച് മൂതം. അടിപ്പിച്ചവനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കാണുമ്പോ അടിക്കും. നിർത്തിയാലും എനിക്ക് കാമപാലനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഇത്ര അനുരാഗദാർഢ്യവും പരമയോഗ്യതയും അവിടത്തെക്കാൾ മറ്റാർക്കും ഉണ്ടാവുന്നതല്ല. പുഷ്പാങ്കത്തിന് നമുക്ക് കടലിൽ അയച്ച പോരെ? ഭഗവതിയുടെ വാക്കുകളിൽ ഞാൻ കൃതജ്ഞനായിരിക്കുന്നു. പോയിക്കൊള്ളുക, എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളുക. ഇനി മേലാൽ നിന്നെ ഈ രാജ്യത്ത് കണ്ടുപോകരുത്.